حالك؟ الحمد لله. പണ്ടതായി സ്ട്രീറ്റിലൊക്കെ ഇങ്ങനെ ഒരുപാട് തെണ്ടി അലഞ്ഞിട്ടുണ്ട് ഞാൻ. ഹോട്ടലിൽ ബിസിനസ് തുടങ്ങിയ കാലത്ത് പലിശയ്ക്ക് പണം തേടിയിട്ടേ അന്നിങ്ങനെ വാങ്ങിച്ച് ഇവിടുത്തെ ഈ കട്ട് റോഡ്സിന്റെ പിടിയിൽ പെട്ടുപോകുന്ന ഒരു അവസ്ഥ വന്നപ്പോ ഒരിക്കലിതാ ഇതുപോലെ കൂടെ വന്നിട്ട് എന്നെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്റെ അച്ഛൻ. വലൈക്കും. अरे भगवान, ये कौन? आइए ना रवि साहब. എത്ര കാലമായി ഭായ് കണ്ടിട്ട്. आओ यूसुफ. अरे ये चौकरी कौन है रवि साहब? आइए बेटी, जरा हाथ पकड़ना मेरा. पकड़ो ना. Come on, उठ जा. अच्छा. അതെ, മലയാളത്തിലൊരു ചൊല്ലുണ്ട്, അടിതെറ്റിയാൽ മാറുവാടിയും വീഴുന്നു. സംസാ क्या? आप ठीक है ना? हाँ हाँ बिल्कुल ठीक है. പണ്ട് പലിശക്കടം എഴുതിത്തെല്ലാം പകരം ഭാര്യയെ ഒരു രാത്രി കൂട്ടിന് വിടാമെന്ന് നിർദോഷമായെന്ന് ചോദിച്ചു പോയതിന് ചെകിടടച്ചൊരൊറ്റ പൊത്തുപൊത്തിയതാ ഒരു പട്ടാണി. ടാപ്പ് ഒറ്റയടിക്ക് 2 ചെവിയുടെയും 2 പീസായി പോയി ചേട്ടന്റെ. ഹലോ രവിജി, നല്ല പറ്റിയ ടീമാ. അയ്യോടി, വന്ന കാലത്ത് തന്നെ നിൽക്കുവാണോ? ഇരുന്നോട്ടെ. യൂസഫ് വിളിച്ച് പറഞ്ഞായിരുന്നു വരുന്നുണ്ടെന്ന്. ഇരി ഇരി കൊച്ചേ. കേട്ടോ കൊച്ചേ, ഇപ്പൊ കേറിയങ്ങ് ഭയങ്കര കോടീശ്വരനായി പോയാലുണ്ടല്ലോ, ഈ കൈയുടെ മൂടി വിടുന്ന. എന്റെ ഒരു വായ്പയും വാങ്ങിച്ചോണ്ടാ ചരക്കെടുക്കാനായിട്ട് ഫസ്റ്റിലത്തെ പോക്ക് ഇറാനിലോട്ട്. എന്നാ സാറേ, ശരിയല്ലയോ ഞാനീ പറയുന്നേ? രവി സാറിന് എന്നതാ ഒഴിക്കണ്ടേ? ലാർജ്? അമ്മൂസ് നല്ലയോ പേര്? രണ്ടായാലും ഒത്തതാ മോളെ. അമ്മൂസിനൊന്ന് ഒഴിക്കട്ടെ ലൈറ്റ് ആയിട്ട്, ഒരു ശകേലം. ഓക്കേ. കേട്ടോ ലാലാജി, ഭയങ്കര മുറ്റ് ഡാൻസിന്റെ ടീമായി കൊച്ച്. നമുക്കിതിനെ ഒന്ന് അങ്ങ് പൊക്കിയാലോ? ഹേയ് അല്ല, അടുത്ത ആഴ്ച അജ്മാലിൽ നമ്മുടെ വക ഒരു പാർട്ടി വെക്കുന്നുണ്ടേ. ബെല്ലി ഡാൻസ്, ആഫ്രിക്കൻ ഡാൻസ്. കൂട്ടത്തിൽ അമ്മൂസും കൂടെ ചുമ്മാ കയറി ഒന്ന് അരച്ച് കലക്കട്ടെ രവി സാറേ. കുച്ചുപ്പുടീസോ റിക്കാർഡ് ഡാൻസോ എന്ത് തന്നെ ആയാലും നല്ല എറിപ്പായിരിക്കും. അല്ലയോ ലാലാജി? മസാകനാ. രാജൻ, ഓണം തിരക്കുണ്ട്. നില്ലെന്നേ, ഒറ്റ മിനിറ്റ്. മോളെ, രാജൻ ജേക്കബ് മറ്റത്തിൽ M.Com, മറ്റത്തിൽ രായിച്ചായ എന്ന് പറയും. മോക്ക് ഈ ദുബായിൽ എന്നാ കോപ്പ് വേണേലും ശരി, ചുമ്മാ ഇച്ചാന്റെ സെൽ നമ്പർ ഒന്ന് കറക്കിച്ചാ മതി. പെർഫ്യൂംസ് വേണോ? സെൽഫോൺസ് വേണോ? ഗോൾഡ് സൂക്കി പോണോ? രാജൻ, പേപ്പേഴ്സ് കൊണ്ടുവാ. കേറി സെൽഫിഷ് ആവില്ലേ സാറേ, ഞാനൊന്ന് എടുത്തോട്ടെ. കീപ് മൈ കാർഡ്, ഓക്കെ? വേണ്ട മോളെ, ദേ ഇതാണ് മോളുടെ അച്ഛൻ ഒപ്പിട്ട ചെക്കിന്റെ ഫോട്ടോസ്റ്റാറ്റ്. ഇതൊപ്പ്, ഇത് എമൗണ്ട് 5 lakhs dirhams. കേട്ടോ മോളെ, ബിസിനസ് ഇപ്പൊ ഭയങ്കര വലിച്ചിലായതുകൊണ്ടാ. ഇല്ലായിരുന്നെങ്കിലുണ്ടല്ലോ കേസിനും വഴക്കിലൊന്നും നിൽക്കാതെ മോളുടെ യഥം പോലെ ഉള്ളതായിട്ട് നന്ദിച്ചാൽ മതി എന്ന് പറഞ്ഞേനെ ഈ രാഞ്ചായ. So this check is for 5 lakhs, right? അതെന്നാ ചോദ്യമാ രവി സാറേ? ദേ മുന്നിലെടുത്ത് തുറന്നു വെച്ചേക്കുമല്ലയോ, കാണാൻ മേലായോ? അപ്പോ എങ്ങനെയാ നമ്മുടെ പേയ്മെന്റ്? ചെക്കോ ക്യാഷോ, അതോ മോള് നേരിട്ട്? രാജൻ, യെസ്, ഒരു 4,50,000 പല തവണകളായിട്ട് തിരിച്ചടച്ചു എന്നുള്ള റെസീറ്റും ഡീറ്റെയിൽസും ഉണ്ട് സ്വാമിനാഥൻ സാറിന്റെ അക്കൗണ്ട്സിൽ. യെസ്. പിന്നെ എങ്ങനെ വെറും 50,000 5 ലക്ഷം കൂടെ തന്റെ കണക്കിൽ? ചിലപ്പോ ഞങ്ങളുടെ ബിസിനസ്സിൽ അങ്ങനെ ആരേ സാറേ, 50,000 5 ലക്ഷം ആയിരിക്കും. കേട്ടോ ലാലാജി? ഇല്ലെങ്കിൽ ഇയാൾ ചത്തുപോയവരെ മാന്തി എടുത്ത് കോടതി കൊണ്ടുവന്ന് കൂട്ടുകേറ്റി പറയിക്കട്ടെ എത്ര തന്നു എത്ര തന്നില്ലാന്ന്. എന്നാ അതെ, ദേ എവിടെ തന്റെ ഒപ്പിട്ട ചെക്കാ ഞങ്ങളുടെ കയ്യിലിരിക്കുന്നത്. ആരാന്ന് വെച്ചാ മര്യാദയ്ക്കുള്ള കാശെടുത്ത് മേശപ്പുറത്തോട്ട് ഇട്ടില്ലായെങ്കിലുണ്ടല്ലോ വിവരം അറിയും. കൊച്ചകത്ത് കിടക്കും, ഉണ്ടേം വെള്ളം തിന്നും. എന്നെ അത് കാണണോ രവി സാറിന്? യൂസഫ്, ഇതെന്റെ ചെക്കാണ് 50,000. ടേക്ക് ദിസ് ആൻഡ് ഗിവ് ദ ഒറിജിനൽ. ഓക്കെ, 50,000 ചെക്ക്. പിന്നെ ബാക്കിയോ? ബാക്കി ഞാനൊരു കത്ത് തരും, പോയി കളക്ട് ചെയ്താൽ മതി. കത്തോ? ഒരുമാതിരി ആളെടാ കത്ത്. നിന്റെ അപ്പൻ കന്നൊഴുകാരൻ ചാക്കോയുടെ പേർക്ക്. എന്താ വേണോ നിനക്ക്? നായേ, എടുക്കണ ചെക്ക്.
അന്നെങ്കിൽ പോരുത്, ചുട്ടുകളയുന്നില്ല ഞാൻ. കാശില്ലെങ്കിൽ വേണ്ടടാ. ദാ ഇവളോട് പറഞ്ഞീ, ഇപ്പൊ നിന്റെ കൂടെ പൊറുക്കുന്നത് പോലെ നാളെ ഞങ്ങളുടെ കൂടെ വന്ന് മാറി മാറി പൊറുക്കാൻ പറയടാ ഇവളോട്. മൊത്തത്തിലങ്ങ് എഴുതി തള്ളിത്തരാൻ ഞാൻ സകല കടവും. അടുക്കരുത്, അടുക്കരുത്, रवि जी मत मार, रवि जी नहीं मत मार. നായിന്റെ മോനെ, ഈ നിൽക്കുന്ന കിഴട്ട് മാർവാടിക്ക് പ്രായം തികയാത്ത സ്വന്തം പെങ്ങന്മാരുടെയും പെമ്പർനോത്തിന്റെയും പാവാട ചരടച്ചു കൊടുത്തിട്ട് 4 ചക്രം ഉണ്ടായപ്പോ നിനക്ക് ഏത് പെണ്ണിന്റെയും മുഖത്ത് നോക്കി വില പറയണം, ഏത് പെണ്ണിനെയും കൂടെ പൊറപ്പിക്കണം. हे भगवान, इसको छोड़ दो, इसको माफ कर दो. മാറി നിൽക്കണോ, പറയണ ചക്രം തരാൻ. देगा देगा अभी देगा. देखो मैं अभी चेक देता हूँ तुम्हारा. हे भगवान, ये लो चेक. ये लो. അവിടെ കിടപ്പണം എന്റെ ചെക്ക് ഫോർ 50,000. വേണമെങ്കിൽ എടുത്ത് നക്കാൻ നിനക്ക്. എടാ പുല്ലേ, നീ നോക്കിക്കോ, മറ്റത്തിൽ രാജനായി പറയുന്നത്. ദേ, ഇത് ഞാൻ പകരം ചെയ്തില്ലെങ്കിലുണ്ടല്ലോ. അവന്റെ മറ്റടുത്ത രാജനെംകോ, അവന്റെ പെർഫ്യൂംസ്, അവന്റെ സെൽഫോൺ, അവന്റെ അപ്പന്റെ ഗോൾഡ് സൂക്ക്, ഒരൊറ്റ ചവിട്ടിന് നിന്നെ ഇവിടെ അങ്ങ് തീർത്ത് കളഞ്ഞാലുണ്ടല്ലോ. ദേ, എന്റെ അച്ഛയുടെ കിടക്കപ്പായവരെ നീ തീരെഴുതി കൊടുത്തിരിക്കുന്ന ഈ കിഴട്ട് പന്നിയെ പോലും കിട്ടില്ല എനിക്കെതിരെ സാക്ഷി പറയാൻ. പറയടാ, പകരം ചോദിക്കണോ നിനക്ക്? വേണ്ട, നോ പ്ലീസ്. മറ്റത്തിലെ രായൻ. Thank you. Welcome. Hey, can I get to know you? Get lost. Hey, listen. Bye-bye. Hey, wait, please. Hi. Hey, what are you up to? സത്തം പോടാതെ. What? മിണ്ടാതടി എന്ന് പറഞ്ഞപ്പോ. Hey, who are you? ഒന്നുമില്ല. Nothing, Hey, girl. what do you think you're doing? Get out of my car. What the hell do you think you're doing? കിടന്ന് പെടക്കാതെ. Hey, take your hands off me. Hey, come on. Who are you? ഫ്ലൈറ്റില് എന്റെ തൊട്ടു മുമ്പിലെ 2ാമത്തെ റോയിലായിരുന്നു നീ. ഓർക്കുന്നുണ്ടോ? What? എന്നിട്ട് അന്നേരം മുതൽ എന്റെ മൂക്കിൽ അടിച്ചു കയറിക്കൊണ്ടിരിക്കുക നിന്റെ ഉടുക്കത്തെ മുടിയുടെ മണം, വാസന. What language are you speaking, man? ഇടി കൊച്ചേ, 18 ഭാഷ അറിയാവുന്ന പ്രധാനമന്ത്രി, 28 ഭാഷ അറിയാവുന്ന പ്രസിഡന്റ്, ഇവരൊക്കെ ഭരിച്ച ഇന്ത്യ മഹാരാജ്യത്തിലെ ഒരു ഒന്നാന്തരം പൗരനാ ഞാൻ. ഏത് ഭാഷ വേണം നിനക്ക്? ഫ്രഞ്ച്, അറബിക്, റഷ്യൻ, ജർമ്മൻ, സ്പാനിഷ്, ജാപ്പനീസ്, ചൈനീസ്. ലുക്ക്, ഐ എം കിരൺ ചെറിയാൻ പോത്തൻ. Potan? പൊട്ടൻ അല്ലടി പുല്ലേ, പോത്തൻ. ഐ എം കിരൺ ചെറിയാൻ പോത്തൻ. I'm Jacqueline. Okay, come on, Jack. Give me your fire. Mr. Ravi, Yeah. please sign here. Khalid, bring him. Sir.
Mr. Kiran. Yalla, come out. അയ്യോ ലൈറ്റർ എടുക്കാപ്പാ क्या? ലൈറ്റർ ലൈറ്റർ नहीं नहीं ताल. Sorry for the trouble, Mr. Ravi. Oh, no. It's all right. And thanks a lot. This fellow Kiran is your friend? No. Your brother? No. Then? He's my... Well, എനിക്ക് വേണ്ടി ജീവൻ കൊടുക്കാനും മടിയില്ലാത്തവൻ. He would gladly stake his life for me. He's my blood. അയ്യോ ഗുഡ് മോർണിംഗ് മിസ്റ്റർ. Thank you. Okay. അല്ല മേജർ, അത് ഞാൻ കാരണം രവിച്ചായന് ഐ മീൻ വെറുതെ ബുദ്ധിമുട്ടായില്ലേ? ഏയ് ബുദ്ധിമുട്ടോ ആർക്ക്? I would call it a pleasure. അല്ല ഞാൻ നീ പറടാ, ഇന്നലെ രാത്രി എന്താ സംഭവിച്ച ആ ഡിസ്കോയിൽ? എന്ത് സംഭവിക്കാൻ? അത് ചുമ്മാ വെറുതെ ജസ്റ്റ് ഒരു പറയാൻ. എന്തിനാ നീ അവനെ എടുത്തിട്ട് അടിച്ചത് ആ പെണ്ണിന്റെ ബോയ് ഫ്രണ്ടിനെ? അങ്ങനെയൊന്നുമല്ല. ഇത് ആര് പറഞ്ഞു? പിന്നെ സത്യം പറയാലോ മേജർ, ഞാൻ ഇന്നലെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഐ ജസ്റ്റ് മെറ്റ് ഹർ. പിന്നെ വെറുതെ ഒരു ത്രില്ലിനായിട്ട് ഡിസ്കോയിൽ ചെന്നപ്പോ അവളുടെ ബോയ് ഫ്രണ്ടിന് അവളോടൊത്ത് ഡാൻസ് ചെയ്യണം. അവൾക്കാണ് എന്നോടൊപ്പം ഡാൻസ് ചെയ്യണം. ഒടുക്കം ഇവര് തമ്മിൽ അടിയാവുന്ന ഒരു ഘട്ടം വന്നപ്പോ ഞാൻ എന്റെ ഇടയിൽ കയറി രമ്യതയിലാക്കാൻ ശ്രമിച്ചു. ഇതിന് ഈ പോലീസുകാരോരോന്ന് പറഞ്ഞിരിക്കും. എത്ര ഒടിവുണ്ടോ അവന്റെ ഭാര്യയിൽ ആ പെണ്ണിന്റെ ബോയ് ഫ്രണ്ടിന്റെ? 3. അയ്യോ. പിന്നെ മോന്തയ്ക്ക് 2 അടുത്തായിട്ട് 4, 3, 7 സ്റ്റിച്ചും. അയ്യോ അതെങ്ങനെ? അയ്യോ അതെങ്ങനെ? ബോധം ഉണ്ടായിരുന്നോ നിനക്ക്? എത്ര പെഗുണ്ടായിരുന്നോ വയറ്റില്? 12. എന്നിട്ട് ബാക്കിയുള്ളവർ രാത്രി മുഴുവൻ ആശുപത്രിയിൽ ആ സാഹിബിന്റെ ഇടവും വല്ല വരുന്ന കാല് പിടിച്ചിട്ട് കൊടുക്കൂര് 10,000 ദിർഹംസും പണ്ടാറാങ്ങിട്ടാ അവന്റെ എഴുതി വാങ്ങിച്ചത്. അവന് പരാതിയില്ലെന്ന്. ഇല്ലെങ്കിൽ കാണായിരുന്നു ലഫ്റ്റനന്റ് കിരൺ ചെറിയാൻ പോത്തൻ ഇൻ ദുബായ് ജയിൽ. അകത്ത് കിടന്നേ നീ. അല്ല അത് വേണ്ട, ഇച്ചായ പൊക്കോ. അല്ല മേജർ പൊക്കോ, ഞാൻ വന്നോളാം. പുറകെ ആരെ പറയാ? പെണ്ണിന്റെ പറയാ? അയ്യേ, ഞാൻ യൂസഫിന്റെ കൂടെ വന്നോളാം. ഇത് കണ്ടില്ലേ, തല വെട്ടി പൊളിച്ചിട്ട് പോയ. ഭയങ്കര വെച്ചാ ഭയങ്കര ഹാങ്ങോറാ. ഓഹോ, യു നീഡ് ഡ്രിങ്ക്? ഡബിൾ ലാർജ്? എടുത്തിടാ അവനെ വണ്ടിയിൽ. എന്നാടാ നിന്റെ ഡബിൾ ലാർജ്? താങ്ക് യു മേജർ. എന്നിട്ട് പറയണം, കിരൺ ചെറിയാൻ പോത്തൻ ഒരു ഫോൺ കോൾ ഇല്ല, ഒരു കത്തില്ല. എവിടെ ആയിരുന്നടാ നീ കഴിഞ്ഞ ഒരു 6 മാസക്കാലം? ഇൻ ജോഹാനസ്ബർഗ്. അവിടെ ഒരു പഴയ ഗോൾഡ് മൈൻ ഓണറുടെ 4ാമത്തെ വെപ്പാട്ടിയുടെ കൂടെ പ്രൊവൈഡിങ് പേഴ്സണൽ സെക്യൂരിറ്റി. ഒടുവില് അക്കന്റെ ബോഡി മാത്രം ഗാർഡ് ചെയ്താൽ പോരാന്നൊരു അവസ്ഥ വന്നപ്പോ തടിയൂരി. അതങ്ങനെ ഒരു 4 മാസം. പിന്നെ ഒരു 2 മാസം ഉലകം ചുറ്റും വാലും. ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു 10 ദിവസം നല്ല പഴഞ്ചോറും പന്നിയിറച്ചിയും നല്ല അമരം വാറ്റും ഒക്കെ ആയിട്ട് അങ്ങ് കാഞ്ഞിരപ്പള്ളിയില്. ഓഹോ, എന്നിട്ട്? എന്നിട്ട് എന്താവാൻ? ദിവസവും പള്ളിയിൽ പോണം, എന്നെ പിടിച്ച് പെണ്ണ് കെട്ടിക്കണം, ഉള്ള റബ്ബർ തോട്ടം മുഴുവൻ എന്റെ തലയിലോട്ട് എഴുതി വെക്കണമെന്നും പറഞ്ഞ് പപ്പായും അമ്മച്ചിയും അമ്മച്ചിയുടെ ആങ്ങളെ പരിശുദ്ധ പിതാവ് ബിഷപ്പ് വട്ടേക്കാട് തിരുമനസും എല്ലാം കൂടെ ഒത്തോണ്ട് എന്നെ പിഴിഞ്ഞങ്ങ് ജ്യൂസ് അടിക്കുന്ന ഒരു അവസ്ഥ വന്നപ്പോ ടക്ക് ഒരൊറ്റ മുങ്ങല. പപ്പായ്ക്കും അമ്മച്ചിക്കും പോലും അറിയാല ഞാൻ ഇങ്ങോട്ടാ വന്നിട്ടില്ലെന്ന്. ചില നായ്ക്കളുടെ ഊരാ നിനക്ക്. വീട്ടിൽ എത്ര ഉണ്ടായാലും ഇരന്ന് തന്നെ തിന്നണം, എന്നാലേ കുടൽ നടക്കത്തുള്ളൂ. നിന്റെ അപ്പൻ എത്ര വയസ്സാന്നറിയോ നിനക്ക്? അതിപ്പോ ഒരു 78 വിത്ത് എ ഹിസ്റ്ററി ഓഫ് 2 മേജർ ഹാർട്ട് അറ്റാക്സ്. അമ്മച്ചിക്കോ? അതിപ്പോ ഏതാ 71. ഇല്ലാത്ത അസുഖങ്ങളോട്ട് ഇല്ലതാനും. പിന്നെ അവസാന കാലത്ത് ആറ്റുണ്ടായി കിട്ടിയ ഒറ്റപുത്രൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയതിനുള്ള മനസുഖം വേറെ. എടാ, ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ വയസ്സായിപ്പോയ അപ്പനും അമ്മയൊക്കെ ഒരു തമാശയാ പലർക്കും. പല വീടുകളിലും വീടിനുള്ളിൽ തന്നെ ഒരുതരം ലൈവ് കോമഡി ഷോ. ജീവനോടെ ഉള്ളപ്പോൾ നമുക്ക് അവരുടെ വില മനസ്സിലാവില്ല. മരിക്കണം, അവര് മരിച്ചു കഴിയുമ്പോൾ മനസ്സിലാവും നമുക്ക് എത്രയാ നഷ്ടപ്പെടുന്നതെന്ന്. തീരെ ചെറുപ്രായത്തിലെ നഷ്ടം എന്താണെന്ന് അറിഞ്ഞവനാ ഞാൻ.
But when you realize it will be too late. അതിപ്പോ ചായ Nah. Have it. ഇച്ചായൻ ഇതിനിടയ്ക്ക് 3 തവണ നാട്ടിൽ പോയപ്പോഴും കാഞ്ഞിരപ്പള്ളി ചെന്നിരുന്നു പപ്പായ അമ്മച്ചിയും ചെന്ന് കണ്ടിരുന്നു എന്നൊക്കെ പറഞ്ഞ അമ്മച്ചി. കഴുതേ, അങ്ങനെ ചുമ്മാ നാട്ടിൽ പോയപ്പോ ചെന്ന് കയറി കണ്ടതൊന്നുമല്ല. നിന്റെ പപ്പായ അമ്മച്ചയും കാണാൻ വേണ്ടി തന്നെ ഞാൻ പോയ നാട്ടില് ഈ 3 തവണ. നിന്നെ പറ്റി ഒരു വിവരമില്ല എന്ന് പറഞ്ഞ് ഫോണിൽ വിളിച്ച് സങ്കടപ്പെടുന്നത് കേൾക്കുമ്പോ എടാ തടിയാ, അയ്യോ എന്റെ പള്ളി, കള്ളത്തടിയാ. ഈ കഴിഞ്ഞ 6 മാസത്തിനിടയില് അവിടെ എവിടെയൊക്കെ ആയിട്ട് ഞാൻ ഒരു 124 ISD കോൾ വിളിച്ചിട്ടുണ്ട്. ഡേയ്. ഈ പോത്തിനെ ഒന്ന് ട്രേസ് ചെയ്യാൻ വേണ്ടിട്ട്. എന്നിട്ട് എന്റെ കാശ് പോയതും മിച്ചം. ഈ തെണ്ടി തിരുന്നതിനിടയ്ക്ക് എനിക്കൊരു പിക്ചർ പോസ്റ്റ് കാർഡെങ്കിലും വാങ്ങിച്ച് ഒപ്പിട്ട് അയക്കാൻ വിലയിച്ചായ ഈ പണം. കണ്ടോ കണ്ടോ, ഇതാണ് ടിപ്പിക്കൽ നസാണിച്ച്. എന്നെ ഫോൺ ചെയ്ത് കിട്ടാത്തതിലല്ല, അവളുടെ കാശ് പോയല്ല സങ്കടം അല്ലോടി. പോടാ. അയ്യടാ, എടാ പോടാ തടിയാന്നൊക്കെ വിളിക്കണ ഏട്ടോ ഒന്ന് വിളന്റെ കേട്ടോ പെങ്ങളെ. ഞാൻ പട്ടാളത്തിൽ ചേർന്ന് ആദ്യമായിട്ട് ഈ മേജറെ കാണാൻ വേണ്ടി ക്വാർട്ടേഴ്സിൽ ചെല്ലുമ്പോ ജസ്റ്റ് ഒരു LKG പീസ് ഒടിച്ചു മടക്കിയത് ഈ പോക്കറ്റിലാണ് ഇത്രയുള്ളി സാധനം. എന്നിട്ട് അവളാണ് എന്റെ പള്ളി. ഇതാര്? യുവർ അമ്മു സ്വാമിനാഥൻ. Yes, Ammu Swaminathan. Very much. But how come you are here? അതെങ്ങനെ അറിയോ നീയും അമ്മും തമ്മില്? നന്നായിട്ടറിയും, നല്ല ഭംഗിയായിട്ടറിയും. അല്ല, നീ എങ്ങനെ അറിയുവനെ? അത് അത് അല്ല മേജർ, യുനോ, അല്ല കൃത്യമായിട്ട് നമ്മൾ എവിടെ വെച്ചാ കണ്ടത്? ഫ്ലൈറ്റിലോ അതോ ട്രെയിനിലോ? ഏയ് അല്ലല്ല, പാർക്കില്. ഹേയ് മിസ്റ്റർ, ഞാൻ മറന്നിട്ടില്ല. എനിക്ക് നല്ല ഭംഗിയായിട്ട് ഓർമ്മയുണ്ട് നിങ്ങളെ. ഓ യെസ്. എന്റെ മേജർ, ഈ സംഭവം നടക്കുന്നത് ഡൽഹിയിൽ വെച്ചാ ഒരു 97-ൽ. ഈ കൊച്ചിന്റെ ഡാൻസ് കാണാൻ ടിക്കറ്റ് എടുത്ത് കയറി ഞാനും നമ്മുടെ പഴയ ക്യാപ്റ്റൻ ദൽവീറും. എന്നിട്ടൊടുക്കം ഡാൻസ് കഴിഞ്ഞപ്പോ ദൽവീറിന് ഭയങ്കര മോഹം ഈ കൊച്ചിന്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ. അല്ല, ദൽവീർ ഭയങ്കര വെള്ളമായിരുന്നു. പിന്നെ ഞാൻ അവനെ ഒരു വിധത്തിൽ സമാധാനിപ്പിച്ച്. ഏയ് മതി മതി, നിർത്ത്. സത്യം ഞാൻ പറയാം രവിച്ചായ. വേണ്ട, സത്യം ഞാൻ പറയാം. അതായത് ഡാൻസ് തീർത്ത് നീ സ്റ്റേജിൽ നിന്ന് ഇറങ്ങുമ്പോ കൃത്യം ഗ്രീൻ റൂമിന്റെ വാതിക്കൽ ഇവൻ ആടിച്ച് നല്ല കിൻഡിയായിട്ട് ഓൺ 4 wheels, റൈറ്റ്? അതെ. നിർബന്ധമായിട്ടും ഇവന് നിന്റെ ഓട്ടോഗ്രാഫ് വേണം. അതിങ്ങനെ കവിളിലൊരു ഉമ്മയായിട്ട് വേണം. അതാണ് ഇവന്റെ ഡിമാൻഡ്. ആൻഡ് യു സ്ലാപ്പ് ഇറ്റ്, റൈറ്റ്? എക്സാക്ട്ലി. ബട്ട് രവിച്ചായൻ ഇതെങ്ങനെ? ഏയ്, അത് ഇവന്റെ ഒരു പഴയ നമ്പറാ. ബട്ട് നോ ഹാം മെന്റ് അല്ലടാ. പണ്ട് കമ്പനിയുടെ ഒരു ഇൻഫോർമൽ ഗ്യാതറിംഗില് ബ്രിഗേഡിയറുടെ മോള് ഡാൻസ് ചെയ്ത് ഇറങ്ങിയപ്പോ he did the same thing and more. പെണ്ണിനെ കയറി പൂണ്ടടക്കം പിടിച്ചിട്ട് ഒരൊറ്റ ഉമ്മയാ. അന്ന് ഇവന്റെ തല പോകായിരുന്നതേ. എന്റെ ദൈവമേ, ആ വട്ട് പെണ്ണിന് ഇവനോട് ഓൺ ദ സ്പോട്ടിൽ ഒരു അനുരാഗം തോന്നിയതുകൊണ്ടാ, അല്ലെങ്കിൽ കാണായിരുന്നു. പക്ഷെ മേജർ, അന്നത്തെ വെള്ളം ഇറങ്ങി പിറ്റേന്ന് രാവിലെ തന്നെ മൈ സിൻസിയർ അപ്പോളജീസ് ഈ കൊച്ചിനൊരു കാർഡ് അയച്ചു ഞാൻ ബാംഗ്ലൂർക്ക്. കിട്ടിയില്ലേ അത്? ഫ്രം 1 ലെഫ്റ്റനന്റ് കിരൺ ചെറിയൻ പോത്തൻ. ഓ കിട്ടി കിട്ടി. പക്ഷെ മറുപടി അയച്ചില്ല. പുലിവാലായെങ്കിലോ എന്ന് പേടിച്ചിട്ട്. നന്നായി പോയി. അമ്മ വാ. പോലെ ഈ കൊച്ചെങ്ങനോടൊന്നും ചേന്റെ വീട്ടില്. അതെ, തടിയന് നല്ല വിസ്തരിച്ച് പറഞ്ഞ് കേൾപ്പിച്ചു തരാം. പിന്നെ ഇപ്പൊ പോയി പണി നോക്ക്. അല്ലടി അത് അല്ല ചായ, ഇതെങ്ങനെ ഇവിടെ ഒന്ന് ചെടി ഈ പെങ്കുച്ച്? That's a big story. എന്റെ പള്ളി, ഇത് ഇവിടെയെങ്കിലും ഒന്ന് കയറി കൊളുത്തിയിരുന്നെങ്കിൽ. ഈ ചായ ദേ, ഒരു കൊച്ചുകാല് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവൂ ഈ തറവാടിന്. ഒരു ജൂനിയർ രവിമാമൻ. Come on, finish your drink. Hey. I said finish your drink. Yes, Major.